എന്തായിരുന്നു സംഭവിച്ചതൊന്നും? 6 മണിക്ക് ശേഷമാണ് വണ്ടി ആക്സിഡൻ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ തന്നെ അടുത്തുള്ളവർ, ഫയർഫോഴ്സ്, പോലീസ്, ഹൈവേ ഡ്യൂട്ടി എല്ലാവരും വന്നു. 3 പേര് പോയ വഴിക്ക് മരിച്ചു. ഇപ്പം മെഡിസിറ്റിയിലുണ്ടായിരുന്ന ഒരു ഹസ്ബൻഡും വൈഫും ഉണ്ടായിരുന്നു, അതിലെ വൈഫും മരിച്ചിട്ടുണ്ട്. 4 പേര് മൊത്തം മരിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ മേഖലയിൽ ഒരുപാട് അപകടങ്ങൾ, ഒത്തിരി അപകടം. ഇതിൻ്റെ തൊട്ട് ആ വളവിൽ തന്നെ ഒരു 10-12 വർഷം മുമ്പ് SITCയുടെ ഒരു ബസ് വന്ന് അവിടെ ഒരു പ്ലാവ് ഉണ്ടായിരുന്നു. ആ പ്ലാവയിലോട്ട് ഫ്രണ്ട് വീല് കയറി ബാക്ക് വീല് റോഡിലുമായിട്ട് നിന്നതാണ്. ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ മുകളിൽ SITCയുടെ ബസ് മറിഞ്ഞ് 10-12 പേര് മരിച്ചതാണ്. വെളുപ്പിനെ 5 മണിയായപ്പോൾ മരിച്ചു. ചങ്ങനാശ്ശേരി ചെന്നൈ വണ്ടി മറിഞ്ഞ് 10-15 പേര് മരിച്ചു. ഇവിടെ സ്ഥിരം ആക്സിഡൻറ്റ് മേഖലയാണ്. താഴെ ഇന്നലെ കഴിഞ്ഞ ദിവസം അപകടം നടന്നു. താഴെ ഒരു അപകടം നടന്നായിരുന്നു. ഇത്ര ആൾ മരിച്ചില്ല. ഇതിപ്പോൾ 4 പേര് മരിച്ചു. 3-4 പേര് ഗുരുതരാവസ്ഥയിൽ വിവിധ ആശുപത്രികളിലുണ്ട്. ബാക്കിയുള്ള എല്ലാവരും ഹോസ്പിറ്റലാണ്. മുപ്പഞ്ഞാമയിലെ ഹോസ്പിറ്റലുണ്ട്. സീരിയസ് ആയിട്ടുള്ളവരെ മെഡിസിറ്റിയിലോട്ട് കൊണ്ടുപോയിരിക്കുന്നു. ഡോക്ടർ അരുൺകുമാർ, ഇപ്പോൾ പാലായിൽ ഒരാൾ മാത്രമാണുള്ളത്. 2 പേരായിരുന്നു അവിടെ ചികിത്സയിലുണ്ടായിരുന്നത്. അതിൽ ഒരാളാണ് ഏറ്റവും ഒടുവിൽ മരണപ്പെട്ടിരിക്കുന്നത്. അതിന് ശേഷമുള്ളവർ, ബാക്കിയുള്ളവരുടെ നില വലിയ പക്ഷേ ദൃശ്യങ്ങളാണ്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി മുൻപോട്ടോ കുറച്ചുകൂടി പിന്നിലോട്ടോ ആയിരുന്നെങ്കിൽ വലിയ താഴ്ചയിലേക്ക് ആ ബസ് ഇറങ്ങി പോകുമായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും ഡോക്ടർ അരുൺകുമാർ, നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ആ പ്ലാവ് നിൽക്കുന്ന ഭാഗത്തേക്ക് ടോബിൻ ക്യാമറ ഒന്ന് കൊടുക്കൂ. ആ ഭാഗത്തേക്ക് അവിടേക്കാണ് ചെല്ലുന്നതെങ്കിൽ അതിന് താഴ്വശത്തേക്ക് വലിയ കൊക്കയാണ്. ഒരു 600 അടി താഴ്ചയുള്ള കൊക്കയിലേക്ക് ആ ബസ് പതിക്കുമായിരുന്നു എന്നുള്ളതാണ്. അതൊരു വലിയ അപകടത്തിലേക്ക്, ഒരു ചെറിയ റോഡ് മാത്രമാണ് കടന്നു പോകുന്നത്. വളരെ വീതി കുറഞ്ഞൊരു റോഡാണ് ആ താഴ്ഭാഗത്ത് കൂടി കാണുന്നത്. അതിന് അപ്പുറത്തേക്ക് വലിയൊരു കൊക്കയാണ്. അവിടേക്ക് പോയിരുന്നെങ്കിൽ വലിയ ദുരന്തം തന്നെ ഉണ്ടാകുമായിരുന്നു. ബസിന്റെ ബോർഡും കൂടി നമുക്ക് പ്രേക്ഷകരൊന്ന് കാണിക്കാം. തീർത്ഥാടന യാത്ര എന്നെഴുതിയ ബസിന്റെ ബോർഡ് പ്രേക്ഷകർക്ക് കാണാവുന്നതാണ്. മാവേലിക്കരയിൽ നിന്നും യാത്ര പുറപ്പെട്ടതാണ്. ബസിൻ്റെ ബോർഡിൽ എഴുതിയിട്ടുണ്ട്, തീർത്ഥാടന യാത്ര എന്ന് എഴുതിയിട്ടുണ്ട്. പ്രേക്ഷകർക്ക് കാണാം. അത് മാവേലിക്കരയിൽ നിന്ന് തഞ്ചാവൂരിലേക്കും മധുരയിലേക്കും പോയ തീർത്ഥാടക സംഘം സഞ്ചരിച്ചിരുന്ന KSRTC ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസിൻ്റെ പുറകുവശം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഇവിടെ ഇരുന്നവരായിരിക്കാം ഒരുപക്ഷെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടാവുക. 4 പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. സന്ദീപ് രാജാക്കാട് സംഭവ സ്ഥലത്തുണ്ട്. സന്ദീപ്, കൂടുതൽ വിവരങ്ങൾ വരുന്ന ബുള്ളറ്റിനുകളിൽ നൽകും. പ്രേക്ഷകർ ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഏകദേശം 20 അടി താഴ്ചയിലേക്കാണ് ബസ് നിയന്ത്രണം വിട്ട് ആ വളവിൽ മറിഞ്ഞിരിക്കുന്നത്. 34 പേരെയും പുറത്തെടുത്തു. അതിൽ 4 പേരാണ് മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത്.